ഇതിൽ മനോരമയോടും മാതൃഭൂമിയോടും എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. ഇതൊരു വലിയ വാർത്തയായിട്ട് പോലും ഒന്നാം പേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്ന രൂപത്തിൽ ജനം കാണുന്ന രൂപത്തിൽ നിങ്ങൾ ഈ വാർത്ത നൽകാൻ തയ്യാറായില്ല എന്ന കാര്യത്തിൽ ഒരു വിമർശനം കൂടിയുണ്ട്. മാധ്യമം ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്, കേരളകൗമുദി ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്, മറ്റു ചില പത്രങ്ങൾ കൂടി ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ഇതാണ് സുപ്രീം കോടതിയിൽ ജീവനക്കാരുടെ നിയമനത്തിന് സംവരണം വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരുപാട് ഒരു വശത്ത് വല്ലാതെ നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ തന്നെയാണ് സുപ്രീം കോടതിയിലാണ് സംവരണം. ഈ കാലം വരെ സുപ്രീം കോടതിയിൽ സംവരണം ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. 75 വർഷത്തെ സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തുന്നത്. ആ വാർത്തയുടെ പ്രാധാന്യം അതാണ്. 75 വർഷത്തെ ചരിത്രത്തിൽ സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തുന്നത്. സംവരണ നയം പ്രഖ്യാപിച്ചത് പട്ടികജാതി പട്ടികവർഗ ജീവനക്കാരുടെ നേരിട്ടുള്ള നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും. പ്രൊമോഷനുകളിൽ പട്ടികജാതി ജീവനക്കാർക്ക് 15% കോട്ടയും പട്ടികവർഗ ജീവനക്കാർക്ക് 7.5% കോട്ടയും സംവരണമായി ലഭിക്കും. സുപ്രധാനമായ നിർദ്ദേശവും തീരുമാനവുമാണ്. എന്തായാലും വലിയ തീരുമാനം. അതിന് സുപ്രീം കോടതിക്ക് അഭിനന്ദനം, സല്യൂട്ട് എന്ന് വേണം പറയാൻ. കാരണം സുപ്രീം കോടതി ഇക്കാലം വരെ എന്തിനായിരുന്നു ഇത് മാറ്റിവെച്ചത് എന്ന് അറിയില്ല. എന്നാൽ പോലും